വെൽക്കം ടു സ്മാർട്ട് ഷോ ഇ ടി. നമുക്ക് ഇന്ന് ലിസണിങ്ങിൻ്റെ ഒരു ക്ലാസ്സിലേക്ക് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം അതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. നമ്മൾ നന്നായിട്ട് ഇപ്പം എക്സാമിൻ്റെ അറിയാമല്ലോ, വാല്യുവേഷൻസ് വളരെ സ്ട്രിക്റ്റാണ്. കഴിഞ്ഞ 2024, 23 വർഷങ്ങളിൽ നമുക്ക് റൈറ്റിംഗ്, സ്പീക്കിങ്ങിന് ഏകദേശം നമ്മളൊന്ന് എഴുതിയാലും മാർക്ക് തരുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്കങ്ങനെയല്ല. ആ മൊഡ്യൂൾസിന് പോലും വളരെ ടൈറ്റായിട്ടാണ് നമുക്ക് അവർ മാർക്ക് ഇടുന്നത്. സ്പീക്കിങ്ങിന് ഫെയിലായി കുട്ടികൾ പോകുന്നുണ്ട്, റൈറ്റിങ്ങിന് ഫെയിലായി പോകുന്നുണ്ട്. അതുകൊണ്ട് ആ 2 മൊഡ്യൂൾസും കൂടി പഠിക്കാനായിട്ട് നിങ്ങൾ സിൻസിയറായിട്ട് പഠിക്കണം. അതിന് ഒത്തിരി വാല്യൂ ഒന്നും കൊടുക്കാതെ റീഡിംഗ് ടെസ്റ്റിന് മാത്രം വാല്യൂ കൊടുക്കുന്ന കുട്ടികളുണ്ട്. പക്ഷേ അങ്ങനെയല്ല, 4 മൊഡ്യൂൾസിനും ഒരുപോലെ തന്നെ വാല്യൂ കൊടുത്ത് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇനി എങ്ങനെയാണ് നിങ്ങൾ കൂടുതലായിട്ട് കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഏത് മൊഡ്യൂളാണോ കൂടുതൽ വീക്കാണെന്ന് തോന്നിപ്പിക്കുന്നത് ആ മൊഡ്യൂളിന് കുറച്ച് നന്നായിട്ട് വാല്യൂ കൊടുക്കുക. അങ്ങനെ അതിന് നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ സ്പീക്കിംഗ്, റൈറ്റിംഗ് ഈസി ആയിരിക്കും, അതിന് മാർക്ക് നന്നായിട്ട് കിട്ടുന്നുണ്ടെന്ന് ഓർത്തുകൊണ്ട് മറ്റ് 2 മൊഡ്യൂൾസും മാത്രം പഠിച്ചിട്ട് ഇത് രണ്ടും പഠിക്കാതെ പോകരുത്. 4 മൊഡ്യൂളും ഒരുപോലെ തന്നെ അതിന് കറക്റ്റായിട്ടുള്ള ടൈമിംഗ് കൊടുത്ത് കറക്റ്റായിട്ട് നിങ്ങൾ പഠിക്കുക. ഇനി നിങ്ങൾക്ക് ഏത് മൊഡ്യൂളാണോ കുറച്ച് വിഷമമായിട്ടുള്ളത് ആ മൊഡ്യൂൾ നിങ്ങൾ ഇച്ചിരിയോടെ കൂടി നന്നായിട്ട് പഠിക്കാനായിട്ട് നോക്കുക. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ തരാമെന്ന് വിചാരിച്ചത്. നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നമ്മുടെ വേർഡ്സ് പറയാം, നിങ്ങൾ എഴുതിയെടുത്തോളൂ കേട്ടോ. എഴുതിയെടുക്കണം, എഴുതിയെടുക്കാതെ നിങ്ങൾക്കത് മറന്നു പോകും. അതുപോലെ എഴുതിയെടുത്തിട്ട് കാണാതെ പഠിക്കണമെന്ന് ചോദിക്കുന്നുണ്ട്. കാണാതെ ഒന്നും പഠിക്കേണ്ട, ഫെമിലിയർ ആക്കിയാൽ മതി. ആ വേർഡ്സ് ഒന്ന് മനസ്സിലൊന്ന് സ്റ്റക്ക് ചെയ്ത് വെച്ചാൽ മതി, അതിൻ്റെ സ്പെല്ലിംഗ് ഒന്ന് സ്റ്റക്ക് ചെയ്ത് വെച്ചാൽ മതി. എഴുതി വെക്കണം, ജസ്റ്റ് ഒന്ന് ഫെമിലിയർ ആക്കി വെക്കുക. കാണാതെ പഠിക്കാൻ നമുക്കറിയില്ലാത്ത വേർഡ്സ് അല്ല ഇതെല്ലാം നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ കാണാതെ പഠിക്കേണ്ട, ജസ്റ്റ് ഫെമിലിയർ ആക്കി വെച്ചാൽ മതി. നമുക്ക് ടൈം കളയാതെ ഫസ്റ്റ് വേർഡിലേക്ക് പോകാം. ജർക്കിംഗ് എന്നാണ് ഫസ്റ്റ് വേർഡ്, ജർക്കിംഗ്. സോ ഞാൻ സ്പെല്ലിംഗ് എഴുതി കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എഴുതിയെടുക്കാം. ജർക്കിംഗ്. സെക്കൻഡ് വേർഡാണ് ടമ്മി. ടമ്മി എന്നുള്ളതാണ് നമ്മുടെ സെക്കൻഡ് വേർഡ്, എഴുതിയെടുക്കുക. തേർഡ് വേർഡ് ക്രാംസ്. ക്രാംസ് എന്നുള്ളതാണ് തേർഡ് വേർഡ്. നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ പാകത്തിന് ഞാൻ പറയുന്ന സമയത്ത് ജസ്റ്റ് പോസ് ചെയ്യുക, സ്പെല്ലിംഗ് എഴുതിയെടുത്തതിന് ശേഷം വീണ്ടും വീഡിയോ ഓൺ ആക്കുക കേട്ടോ. ക്രാംസ്. ഫോർത്ത് വേർഡ് സിബ്ലിങ്സ്. സിബ്ലിങ്സ് വളരെ സിമ്പിളായിട്ടുള്ള വളരെ ചെറിയ വേർഡ്സാണ്, ബട്ട് അതുപോലെ തന്നെ എപ്പോഴും ചോദിക്കുന്ന വേർഡ്സുമാണ്. നൗഡേയ്സ് അവർ ഒട്ടും തന്നെ വലിയ വലിപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കുന്നില്ല. ചെറിയ ചെറിയ കൊച്ചു വേർഡ്സാണ്. നമ്മൾ എക്സാം കഴിഞ്ഞിട്ട് വരുമ്പോൾ നമുക്കത് മനസ്സിലാവും, ചെറിയ വേർഡ്സാണ് ചോദിക്കുന്നത്. പക്ഷേ എന്നിട്ട് പോലും അത് എഴുതാൻ പറ്റാത്തതിന് 2 കാര്യങ്ങളാണുള്ളത്. നമ്മൾ പാനിക്കാണ്, അതുകൊണ്ട് വേർഡ്സ് ശരിക്കും കേൾക്കുന്നില്ല. രണ്ടാമത്തത്, നിങ്ങൾക്ക് സ്പീഡ് കുറവാണ്. സ്പീഡ് വർദ്ധിപ്പിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തേ പറ്റുള്ളൂ. സ്പീഡ് വർദ്ധിപ്പിക്കാനായിട്ടുള്ള ഓൾറെഡി ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്നല്ലേ നിങ്ങൾക്ക് പോഡ്കാസ്റ്റിനെ ഫോളോ ചെയ്യാം. പോഡ്കാസ്റ്റ് എടുക്കുക, ഒരു 15 മിനിറ്റ്സ് റൈറ്റ് ചെയ്യുന്നത് കേട്ടിട്ട് റൈറ്റ് ചെയ്യുന്നത് ശീലമാക്കുക. അത് എല്ലാ വേർഡ്സും കിട്ടണമെന്നില്ല, കിട്ടണ ഒരു 2-3 വേർഡ്സോ 4-5 സെൻറ്റൻസോ എന്തോ ആയിക്കോട്ടെ, അങ്ങനെ അത് കേട്ട് എഴുതുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ ലിസണിങ് തന്നെ, നമ്മൾ ഈ ചെയ്യുന്ന ലിസണിങ്ങിൻ്റെ സീപ്പാട്ട് തന്നെ ഒരു സീപ്പാട്ട് എടുത്തിട്ട് ഒരു 10 മിനിറ്റ്സ് നേരം ഡെയിലി എഴുതി പ്രാക്ടീസ് ചെയ്യുക. ഫിഫ്ത്ത് വേർഡിലോട്ട് പോകാം. സ്നീസിങ്. സ്നീസിങ് ഫിഫ്ത്ത് വേർഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് സിക്സ്ത് വേർഡിലേക്ക് പോകാം. അൺബിയറബിൾ. അൺബിയറബിൾ. സെവൻത്ത് വേർഡ് സീസ്. സീസ്. എയ്ത്ത് വേർഡ് നാസ്റ്റി. നാസ്റ്റി. നയൻത്ത് വേർഡ് സ്നോറിങ്. സ്നോറിങ്. ടെൻത്ത് വേർഡ് സ്മോക്കിംഗ്. സ്മോക്കിംഗ്. അപ്പോൾ നമ്മളിന്ന് 10 വേർഡ്സ് പഠിച്ചു. ജർക്കിംഗ്, ടമ്മി, ക്രാംസ്, സിബ്ലിങ്സ്, സ്നീസിങ്, അൺബിയറബിൾ, സീസ്, നാസ്റ്റി, സ്നോറിങ്, സ്മോക്കിംഗ്. 10 വേർഡ്സാണ് പഠിച്ചത്. 10 വേർഡ്സിൻ്റെ സ്പെല്ലിംഗ് എഴുതി കാണിച്ചിട്ടുണ്ട്. 10 വേർഡ്സും നിങ്ങൾ ബുക്കിൽ എഴുതിയെടുക്കുക. ഒരു 100-150 വേർഡ്സൊക്കെ എന്നായാലും ലിസണിങ്ങിൻ്റെ നമ്മൾ 10 ഡേയ്സ് പോലുമാണ് പഠിക്കണമെങ്കിൽ പോലും നമുക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. ഞാനിടുന്ന വീഡിയോസിനൊക്കെ വെച്ചാൽ 5 or 6 മിനിറ്റ്സേ ഉള്ളൂ.
അത് ജസ്റ്റ് വായിച്ച് നോക്കി അത് കേട്ട് അതൊന്ന് എഴുതിയെടുക്കാനായിട്ട് വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. അത്ര വലിയ കാര്യമൊന്നുമല്ല. നമ്മൾ എന്തോ ഒരു സമയം അല്ലാതെയൊക്കെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇച്ചിരി സമയം മാറ്റി വയ്ക്കുക. അത് എഴുതി വായിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സോ താങ്ക് യു സോ മച്ച്.